ഈ വണ്ടിയിൽ കുറേ കാര്യങ്ങൾ അങ്ങനെയാണ്, ഫിറ്റ് ചെയ്യുക അയച്ചല്ലേ. ഇത് വേണമെങ്കിൽ പറയാതിരിക്കാം, കാരണം ഇത് പറയാതിരുന്നാൽ എനിക്ക് ചിലപ്പോൾ ആ റൂഫ് റെയിൽ അല്ലെങ്കിൽ ആ ക്രോസ് ബാർ നല്ല വിലയ്ക്ക് വിൽക്കാൻ പറ്റും. പക്ഷേ ഈ പെട്രോൾ എഞ്ചിൻ സെൻസിറ്റീവ് ആണ്. പെട്രോൾ എഞ്ചിൻ സെൻസിറ്റീവ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് വലിയ ടോർക്കൊന്നുമില്ലല്ലോ. ഓക്കെ, അതിലൊന്നും നമ്മൾ ഒഫൻസീവായിട്ട് പറഞ്ഞില്ല. ആവശ്യമുണ്ടെങ്കിൽ ഒന്നും കുഴപ്പമില്ല. ഇപ്പോൾ ഇത് തന്നെ ആണെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒക്കെ ഒരു സൈക്കിൾ കാരിയർ വെക്കാനാണ് ഇത് ആവശ്യമെങ്കിൽ ആ സമയത്ത് ഫിറ്റ് ചെയ്യാം. നിങ്ങൾ കണ്ടു കാണും. നമ്മുടെ ജിംനി 10,000 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ഒരു അപ്ഡേറ്റ് തരണം എന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. ആ ഒരു അപ്ഡേറ്റിൻ്റെ കൂടെ മനുഷ്യർക്ക് ഗുണമുള്ള എന്തെങ്കിലും കൂടി വേണ്ടേ? ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, എൻ്റെ വണ്ടർ മുകളിലുണ്ടാകുന്ന 2 റൂഫ് റെയിലുകൾ അല്ലെങ്കിൽ റൂഫ് റാക്കുകൾ ഇപ്പോൾ ആ വണ്ടർ മുകളിലില്ല. ക്രോസ് ബാർ എന്ന് പറയാൻ പറ്റില്ല ലളിതമായിട്ട്. ആ ക്രോസ് ബാർ അതിൻ്റെ മുകളിലില്ല. അതിനൊരു കാരണമുണ്ട്. ആ കാരണം ഞാൻ ഈ വീഡിയോയിൽ പറയാം. ആ കാരണം എന്ന് പറയുന്നത് അത് ആ വണ്ടിക്ക് ഉണ്ടാക്കുന്ന ഡ്രാഗും എനിക്ക് വരുന്ന നഷ്ടമാണ് ഫ്യൂൽ എഫിഷ്യൻസിയിൽ. അപ്പോൾ ഞാൻ ഇവിടുന്ന് ആ 2 സംഗതി അതിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്യാൻ പോകുന്നു. ഫിറ്റ് ചെയ്തിട്ട് ഒരു റൗണ്ട് ഓടിക്കും ഈ ഒരു കണ്ടെയ്നർ റോട്ടിലൂടെ. ഈ ഒരു റൗണ്ട് ഓടിക്കുമ്പോൾ കാണിക്കുന്ന ഫ്യൂൽ എഫിഷ്യൻസി, അത് കഴിഞ്ഞിട്ട് അത് ഊരിയിട്ട് അതേ റൂട്ടിൽ ഒന്നുകൂടി ഒരു റൗണ്ട് ഓടിക്കും. അപ്പോൾ കാണിക്കുന്ന ഫ്യൂൽ എഫിഷ്യൻസി അത് നിങ്ങളെ ഞെട്ടിക്കുമെന്ന് ഉറപ്പാണ്. ഓക്കെ, ഒരു ഇഷ്ടികയുടെ എയറോഡൈനാമിക്സ് ഉള്ള ഒരു ജിംനി എന്ന് പറഞ്ഞ വണ്ടിക്ക് എന്ത് കിണ്ടിയാണ് ആ ഒരു 2 വടി വരുത്തിയാൽ അല്ലെങ്കിൽ വെച്ചാൽ വരുത്തുന്ന മാറ്റമെന്ന് നിങ്ങൾക്ക് തോന്നില്ലേ? എനിക്കും അത് തോന്നിയായിരുന്നു. അതാണ് എനിക്ക് പറ്റിയ മണ്ടത്തരവും. എന്തായാലും ഇന്ന് ആ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയണം. ഓക്കെ, ഇപ്പോൾ വണ്ടിയെക്കുറിച്ച് അറിയാവുന്ന അല്ലെങ്കിൽ എയറോഡൈനാമിക്സിനെ കുറിച്ച് അറിയാവുന്ന ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അറിയാമെന്ന് കരുതുന്ന ആൾക്കാർ ഈ വീഡിയോ കാണണമെന്നില്ല. ഇത് സാധാരണക്കാർക്ക് വേണ്ടിയാണ്. വെറുതെ ഒരു ലുക്കിന് വേണ്ടിയിട്ട് ഒരു കാരിയർ ഒരു യൂസും ഇല്ലാണ്ട് 2 വടി ക്രോസ് ബാർ ആയിട്ട് വയ്ക്കും. അതല്ലെങ്കിൽ മുകളിലൊരു ആൻറ്റിന കയറ്റി വയ്ക്കും, അല്ലെങ്കിൽ മുകളിൽ ലൈറ്റുകൾ വയ്ക്കും. ഇതൊക്കെ വയ്ക്കുമ്പോൾ വരുന്ന നഷ്ടം എന്താണ് എന്നറിയാനുള്ള ഒരു അവകാശം നമ്മുടെ ആൾക്കാർക്കുണ്ട്. അത് പറഞ്ഞു കൊടുക്കാനുള്ള കാര്യം എനിക്കുമുണ്ട്. ഞാൻ എന്തായാലും ഒന്ന് ജിംനി കൊണ്ടത് പറഞ്ഞു കൊടുക്കാൻ പോവാണ്. ഇവിടെ തുടങ്ങിയിട്ട് ഇവിടെ തന്നെ, അതായത് ഫ്യൂവൽ എഫിഷ്യൻസി ടെസ്റ്റാണ് വിത്ത് റൂഫ് ക്രോസ് ബാർ, വിത്തൗട്ട് റൂഫ് ക്രോസ് ബാർസ്. അപ്പോൾ ഇന്ന് 10,000 കിലോമീറ്ററിൻ്റെ അപ്ഡേറ്റും റൂഫ് ബാറിൻ്റെ ബുദ്ധിമുട്ടുകളും പറയാം. ഇപ്പം നിങ്ങൾക്ക് കാണാം, ഞാൻ ആ റൂഫ് ബാർസ് അല്ലെങ്കിൽ ആ ക്രോസ് ബാർസ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഫിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ്. അതിൻ്റെ ഏറ്റവും വലിയ പർപ്പസ് അതാട്ടോ. അതായത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഫിറ്റ് ചെയ്യാൻ എളുപ്പത്തിൽ ഊരാം എന്നുള്ളതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ സൈക്കിൾ കാരിയറിന് വേണ്ടിയിട്ട് മാരുതി സുസുക്കി അല്ലെങ്കിൽ സുസുക്കി ഒഫീഷ്യലി എക്സ്റേ ആയിട്ട് ഇറക്കുന്നൊരു സംഗതിയാണിത്. ഇത് 16,500 വില ഉണ്ട്. ഞാനത് വാങ്ങിയതാണ്. ഓക്കെ, അപ്പോൾ അത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ സത്യത്തിൽ ടാങ്ക് ഫുൾ മെത്തഡാണ് യൂസ് ചെയ്യേണ്ടത്. പക്ഷേ ഞാനിപ്പോൾ വണ്ടിയുടെ ആ ഒരു ക്ലസ്റ്ററിനെയാണ് ആശ്രയിക്കുന്നത്. സംഗതി കണ്ടറിഞ്ഞാൽ മതിയല്ലോ, സാധാരണക്കാരന് കാര്യം മനസ്സിലാൽ മതിയല്ലോ. സാധാരണക്കാരെന്ന് ഇടയ്ക്ക് പറയാൻ കാര്യം, ഇത് അറിയുന്നവനോട് ഇത് വീണ്ടും പറഞ്ഞിട്ട് നമ്മൾ ശശിവേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അതായത് താഴെ വന്നിട്ട് എനിക്കിത് അറിയാമായിരുന്നു എന്നുള്ളതോ അല്ലെങ്കിൽ ഇതാണോ വലിയ കാര്യം എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഡ്രൈവിംഗ് ടിപ്സ് വീഡിയോസ് ചെയ്യുന്ന പോലെ വളരെ സിമ്പിളായിട്ടൊരു വീഡിയോ ആണത്. ഓക്കെ, അപ്പോൾ എന്തായാലും അത് റീസെറ്റ് ചെയ്യാണ്. ട്രിപ്പ് 1. ഓക്കെ, അപ്പോൾ 0 സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പോണ വഴിക്ക് അതിൽ ആ ഒരു ഫ്യൂൽ എഫിഷ്യൻസി കാണിക്കുന്നില്ല. തിരിച്ച് ഇവിടെ വന്നിട്ടുള്ള ആ ഒരു എഫിഷ്യൻസിയെ കാണിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി പറയാം കേട്ടോ. അതായത് ഞാൻ വണ്ടി എടുക്കുകയാണ്, ഒരു സ്പെസിഫിക് സ്പീഡ് 60 to 90, അതായത് ഹൈവേ സ്പീഡ് ലിമിറ്റിലാണ് ഞാൻ വണ്ടി ഓടിക്കാൻ പോകുന്നത്. അതല്ലെങ്കിൽ ഇതിന് വലിയ ഡ്രാഗും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ ഡ്രാഗ് എന്ന് പറയുന്നത് എയറോഡൈനാമിക്സ് ഡ്രാഗാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് പറക്കുന്നത് എങ്ങനെയാണ് നമുക്കറിയാം. അറിയുന്ന ആൾക്കാരുണ്ടാവും, അറിയാത്ത ആൾക്കാരുണ്ടാവും. ഓക്കെ, അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഇപ്പോൾ നമ്മൾ കൈ ഇങ്ങനെ പുറത്തിടുമ്പോഴേ കാറ്റത്ത് നമുക്ക് കയ്യിൽ ഇങ്ങനെ വായുവിൻ്റെ ആ ഒരു വരവും പോക്കും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ആ ഒരു വായു ഉണ്ടാക്കുന്ന ഡ്രാഗിനെയാണ് എയറോഡൈനാമിക്സ് ഡ്രാഗ് നമ്മൾ ലളിതമായിട്ട് പറയാം. ഓക്കെ, എന്തായാലും കാറ്റിനെ കീറി മുറിച്ചാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫിസിക്സിലേക്കോ അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. എന്തായാലും 10,000 കിലോമീറ്റർ ഞാൻ വണ്ടി ഓടിച്ചു. ഇൻഫാക്ട് 13,000 കിലോമീറ്ററായി. ഈ 13,000 കിലോമീറ്റർ ഞാൻ വണ്ടി ഓടിച്ചിട്ട് എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ഇതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് ഫോർഡ് ഫിഗോ ആസ്പെയർ വിൽക്കേണ്ടി വന്നു. അപ്പോൾ ഒരു 4 മാസം എനിക്ക് വേറെ വണ്ടി ഉണ്ടായില്ല. ഞാൻ ഡെയിലി ഡ്രൈവറായിട്ട് ഈ വണ്ടി യൂസ് ചെയ്തു. അപ്പോഴാണ് ഫ്യൂവൽ എഫിഷ്യൻസിയുടെ കാര്യക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയത്. ഓക്കെ, ഇപ്പോൾ സിറ്റിയിൽ നമ്മളിത് ഓടിക്കുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. ഒരു 60, 40, 50 കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. 8 to 10 കിലോമീറ്ററാണ് മൈലേജ്. പക്ഷേ നമ്മൾ ഹൈവേയിൽ ഇത് ഓടിച്ചു തുടങ്ങി, സ്ഥിരമായിട്ട് തൃശ്ശൂർ പോയി വന്നു തുടങ്ങി, സ്ഥിരമായിട്ട് നമ്മൾ ആ ഒരു വണ്ടി ഒരു ഡെയിലി ഡ്രൈവറായിട്ട് യൂസ് തുടങ്ങിയപ്പോൾ ഫ്യൂവൽ എഫിഷ്യൻസിയുടെ ബുദ്ധിമുട്ട് മനസ്സിലായി. അതായത് ഹൈവേയിൽ ഓടിക്കുമ്പോൾ 13, 14, 15 കിലോമീറ്റർ മൈലേജ് കിട്ടിക്കൊണ്ടിരുന്ന ഒരു വണ്ടിയാണ് ജിംനി എന്ന് എനിക്ക് മനസ്സിലായത്. നമ്മൾ ആ ഒരു പുതിയ വണ്ടി വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു സെർച്ച് ഉണ്ടായല്ലോ. ആ സെർച്ചിൽ നമ്മൾ പോയത് ഒരു ജിംനിയിലാണ്, വേറെ ഒരു ജിംനിയിലാണ്, വിവേകിയുടെ ജിംനിയിലാണ്. ആ ജിംനി ഓടിക്കുമ്പോൾ എനിക്ക് നല്ല മൈലേജ് എന്ന് പറഞ്ഞാൽ 13.5 to 15.5 ഈസിലി അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് നോക്കിയിട്ട് ആലോചിച്ചപ്പോഴാണ് എൻ്റെ വണ്ടിക്ക് എന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന് എനിക്ക് തോന്നിയത്. കാരണം നമ്മൾ പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്, തീരുമ്പോൾ അടിക്കുന്നു, അങ്ങനെയുള്ളൂ. അങ്ങനെ ആ ഒരു തിരിച്ചറിവ് അതിൻ്റെ മുകളിലിരിക്കുന്ന റൂഫ് റെയിലാണെന്ന് മനസ്സിലാക്കിയിട്ട് റിസർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ശരിക്കും
സ്ക്വയർ ആയിട്ടുള്ള വണ്ടികൾക്കും ഈ പ്രശ്നമുണ്ട്. കാറുകളിലേക്കാൾ കൂടുതലുണ്ട്. കാരണം ഓൾറെഡി എഫിഷ്യൻ ഡ്രാഗ് അഥവാ എയറോഡൈനാമിക്സിൻ്റെ പ്രശ്നമുള്ള ഒരു രൂപമാണ് സ്ക്വയർ രൂപം എന്ന് പറയുന്നത്, പെട്ടി രൂപം എന്ന് പറയുന്നത്. ആ രൂപത്തിൻ്റെ മുകളിൽ നമ്മൾ ഡ്രാഗ് ഉണ്ടാക്കാൻ വേണ്ടി വീണ്ടും ഒരു 2 സംഗതി, ഒരു ആവശ്യമില്ല, ലുക്കിനാണ് പറയുന്നത്, അങ്ങനെ ഒരു സംഗതി വെച്ച് കഴിയുമ്പോൾ അത് വണ്ടിയുടെ മൈലേജിനെ ശരിക്ക് ബാധിക്കുന്നുണ്ട്. ഓക്കെ, സൗണ്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, എപ്പോഴും സൗണ്ട് ബുദ്ധിമുട്ടായിരുന്നു. ആ സൗണ്ട് നമ്മൾ കാര്യമായിട്ട് എടുത്തില്ല, കാരണം ലുക്കിന് വേണ്ടി കുറച്ച് സൗണ്ട് ആവാം. ഫോണൊക്കെ ചെയ്യുമ്പോഴേ നമ്മുടെ വണ്ടിയിലാണ് ഇരുന്ന് വർത്താനം പറഞ്ഞെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കാണ്ടോ ആ കാറ്റിൻ്റെ സൗണ്ട്, ഈ സൗണ്ട് കൊണ്ട് അപ്പുറത്തെ ആൾക്കാർക്ക് അലോസരം ഉണ്ടാവാറുണ്ട്. പക്ഷേ അത് ഞാൻ കാര്യമായിട്ട് എടുത്തിട്ടുണ്ടാവില്ല, കാരണം സൗണ്ടൊക്കെ നമുക്ക് ട്രേഡ് ഓഫ് ചെയ്യാം ഒരിത്തിരി ലുക്കിനൊക്കെ വേണ്ടിയിട്ട്. പക്ഷേ അത് ഇത്രയും വലിയ ഫ്യൂവൽ എഫിഷ്യൻസിക്കാണ് മാറ്റം വരുത്തുന്നതെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഞാനത് ഊരിക്കളയാൻ തീരുമാനിച്ചത്. അപ്പോൾ ഊരിക്കളയാൻ വേണ്ടി ഞാനത് ഒരു ടെസ്റ്റായിട്ട് നടത്തി, ശരിക്കും ഉണ്ടോ എന്നുള്ളത്. പിന്നെ നമ്മൾ ഒരുപാട് റിസർച്ച് ചെയ്തപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കിയത്, അതായത് ഫ്ലഷ് ആയിട്ട് നിൽക്കുന്ന റൂഫ് റെയിലാണെങ്കിൽ പോലും അത്യാവശ്യം ഡ്രാഗ് ഉണ്ടാക്കും എന്നുള്ളതാണ്. ഈ സംഗതിയുടെ യൂസ് കേസ് എന്ന് പറയുന്നത് സൈക്കിൾ വെക്കാനാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യമൊക്കെ. പക്ഷെ നമ്മളിത് സൈക്കിൾ വെക്കുന്നില്ല, നമ്മളൊന്നും യൂസ് ചെയ്യുന്നില്ല, നമ്മൾ വെറുതെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഹൈവേയിൽ ഓടിക്കുമ്പോൾ എന്തായാലും ഹൈവേ സ്പീഡിൽ ഓടിക്കും. നമ്മൾ ഒരു റോയൽ എൻഫീൽഡ് വണ്ടി ഓടിച്ച ആൾക്കാർ പറയില്ലേ, ആ ഒരു ഫീലിന് വേണ്ടിയിട്ട് 40 ഓടിക്കണം. അങ്ങനെ നമ്മൾ ജിമ്മിന് 40 ഓടിക്കുന്ന ആളൊന്നല്ല. നമ്മളിതിൻ്റെ ഒരു ടോപ്പ് സ്പീഡ് ഓടിക്കാൻ പറ്റും, ലീഗൽ സ്പീഡ് എടുത്ത് ഓടിക്കണം എന്ന് വിചാരിക്കുന്ന ആളാണ്. അപ്പോൾ നമുക്കത് ശരിക്കും ബാധിക്കുന്നുണ്ട് നമ്മുടെ സ്പീഡിനെ. അങ്ങനെ മനസ്സിലാക്കിയപ്പോൾ അത് റിമൂവ് ചെയ്ത് കളയാമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അങ്ങനെ റിമൂവ് ചെയ്ത് കളയുന്നതിന് മുന്നേ ഒരു എവിഡൻസ് കൂടി വേണ്ട. ആ ഒരു എവിഡൻസ് ആയിട്ട് ഈ വീഡിയോ കണ്ടാൽ മതി. ഓക്കെ, അത്രയുമാണ് അതിൻ്റെ കാര്യം. പക്ഷേ ജിംനി എങ്ങനെയുണ്ട് ഈ ഒരു 13,000 കിലോമീറ്റർ ഓടിയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജിംനി ആയിട്ട് നമ്മൾ ഇഷ്ടപ്പെട്ട് ഇത് ഓടിച്ച് കൊണ്ടു നടക്കുകയാണ്. ഇതിൻ്റെ ഓരോ ദിവസം കൂടുന്നതോറും ആ ലിറ്റിൽ ജോയ് ഉണ്ടല്ലോ, അത് കൂടിക്കൊണ്ടിരിക്കാം. അപ്പോൾ നമ്മൾ ഓരോ വണ്ടികൾ ഡ്രൈവ് ചെയ്യാൻ പോകുമ്പോൾ, ഓരോ ഓഫ് റോഡ് ഇവൻറ്റ് പോകുമ്പോൾ, നമ്മൾ ഓഫ് റോഡ് കഴിയുമ്പോൾ ഓക്കെ ഇവിടെ ജിംനി പോകണമെന്ന് ഓഫ് റോഡ് എങ്ങനെ എന്നുള്ള ഒരു മൈൻഡല്ലേ. ഇപ്പോൾ ഈയിടെ ഒരു റീല് കണ്ടു, ഏതോ ഒരു ജിംനി ഒരു ഓഫ് റോഡർ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അത് വിവരമില്ലായ്മയാണ്, കാരണം അങ്ങനെ ആൾക്കാർ വണ്ടിയെക്കുറിച്ച് അറിയില്ല എന്നൊക്കെ പറയുന്നത്. ഇത് ഒരു പ്യുവർലി ഒരു ഓഫ് റോഡർ തന്നെയാണ്, അത്യാവശ്യം ഓഫ് റോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വണ്ടി തന്നെയാണ്. ഈ വണ്ടി കുറേ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ജർമ്മൻ കാറുകൾ പഠിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞ പോലെ ഈ വണ്ടി കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ജിംനി. ഇത് വാങ്ങിയപ്പോൾ നമുക്ക് ലുക്കാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യം കാണിച്ച കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് വലിയ വീലിടുക എന്നുള്ളതായിരുന്നു. അത് ഈ വണ്ടിയുടെ ഒരു പവറിനെ കൊന്നു, പെർഫോമൻസിനെ കൊന്നു. തിരിച്ച് ഞാൻ വീല് മാറ്റിയിട്ട് സാധാ വീലാക്കി. ഓക്കെ, അതേപോലെ തന്നെ രണ്ടാമത് കാണിച്ച മണ്ടത്തിലാണ് റൂഫ് റെയിൽ വെക്കുക എന്നുള്ളത്. റൂഫ് റെയിൽ എന്നല്ല എന്ന് പറയാം, ക്രോസ് ബാർ വെക്കുക എന്നുള്ളത്. ഓക്കെ, ചില ആളുകൾ അതിനകത്ത് കാരിയർ വെച്ചിട്ടുണ്ട്, ചില ആളുകൾ അതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉള്ള കാര്യങ്ങളൊക്കെ, അതായത് ആ ഒരു കനോപ്പി പോലുള്ള കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ടെൻറ്റ് വെക്കാനുള്ള സെറ്റപ്പ്സ് വെച്ചിട്ടുണ്ട്. മുകളിൽ ആ ഒരു എന്തായാലും പറയാം തുള്ളിയുടെ ബോക്സില്ലേ, ആ ബോക്സ് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിലൊന്നും നമ്മൾ ഒഫൻസീവായിട്ട് പറഞ്ഞില്ല. ആവശ്യമുണ്ടെങ്കിൽ ഒന്നും കുഴപ്പമില്ല. അപ്പോൾ ഇത് തന്നെ ആണെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒക്കെ ഒരു സൈക്കിൾ കാരിയർ വെക്കാനാണ് ഇത് ആവശ്യമെങ്കിൽ ആ സമയത്ത് ഫിറ്റ് ചെയ്യാം. നിങ്ങൾ കണ്ടു കാണും, വെറും 1.5 മിനിറ്റ് 2 മിനിറ്റ് കൊണ്ട് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഊരാനും പറ്റുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് വെച്ചാൽ ആ സമയത്ത് നമ്മൾ ട്രേഡ് ഓഫ് ചെയ്യുന്ന ഫ്യൂൽ എഫിഷ്യൻസി പ്രശ്നമല്ല. പക്ഷേ അത് എപ്പോഴും ആകുമ്പോഴാണ് ഈ കുഴപ്പം. എപ്പോഴും ആവാന്ന് പറയുമ്പോഴേ നമ്മളിത് ഫുൾ ടൈം ഇത് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഹൈവേയിൽ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്, എവിടേക്കും ഈ വണ്ടിയാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് വെക്കുന്നതാണ് മണ്ടത്തരമായിട്ട് ഞാൻ കാണുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് അറ്റ് ദ ഫസ്റ്റ് പ്ലേസ് നിങ്ങൾ ഇത് വെച്ചത് വെച്ച് കഴിഞ്ഞാൽ അതെൻ്റെ ബുദ്ധിയില്ലായ്മ എന്ന് പറയാൻ പറ്റുള്ളൂ. ബുദ്ധിയില്ലായ്മ അല്ല പറയാം, അറിവില്ലായ്മ എന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം ഞാൻ കാറിന് ഇത് വെക്കുന്നതിന് എതിരായിരുന്നു എപ്പോഴും. അതുപോലെ കാറുകൾക്ക് ഇത് വെച്ചാൽ അത് ഡ്രാഗ് വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. പക്ഷേ SUV കൈൻഡ് ഓഫ് വണ്ടികൾക്ക്, അതായത് ബോക്സി, ഇപ്പോൾ G-Wagon ഫോർ എക്സാമ്പിൾ, ഡിഫൻഡർ പിന്നെ എയറോഡൈനാമിക്സ് ആണ് ഉള്ളതാണ്. അതുപോലുള്ള വണ്ടികൾക്ക് ഇത് വെച്ചാൽ പ്രശ്നമില്ല. ബൊലേറോ ഫോർ എക്സാമ്പിൾ ഒന്നും പ്രശ്നമില്ല എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഈ പെട്രോൾ എഞ്ചിൻ സെൻസിറ്റീവ് ആണ്. പെട്രോൾ എഞ്ചിൻ സെൻസിറ്റീവ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് വലിയ ടോർക്കൊന്നുമില്ലല്ലോ. ആ ടോർക്കും വെച്ചിട്ട് ഈ വണ്ടിയെ വലിപ്പിക്കാൻ അത് കഷ്ടപ്പെടുന്നുണ്ട് ഹൈവേയിൽ, പ്രത്യേകിച്ച് ടോർക്ക് കൗണ്ടർ ഗിയർ ബോക്സിൽ ഓട്ടോമാറ്റിക് ആണത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ അതിൻ്റെ മുകളിൽ ഒന്നുകൂടി കൊണ്ട് വെച്ച് കൊടുത്താൽ അത് അതിനെ ബാധിക്കും, അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളെ ബാധിക്കുമെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് ആദ്യ സർവീസ് 1000 കിലോമീറ്ററിൽ, പിന്നെ സർവീസ് 5000 കിലോമീറ്ററിൽ, പിന്നെ സർവീസ് 10000. ഇത് 3 കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുള്ള സർവീസ് ആയിട്ടുണ്ട്, പക്ഷേ കിലോമീറ്റർ ആയിട്ടില്ല. സ്റ്റിൽ ഞാനത് ചെയ്യാൻ പോവാണ്. ജൂൺ വരെ സമയമുണ്ട്, ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഇതുവരെ ഞാൻ ഓടിച്ചിരിക്കുന്നത് 13,500 കിലോമീറ്ററാണ്. അപ്പോൾ ഈ 13,500 ഹാപ്പി കിലോമീറ്റേഴ്സ് എന്നാണ് പറയാൻ പറ്റുന്നത്. ലോങ് ഡ്രൈവ്സ് ആണ് കൂടുതൽ. ഓഫ് റോഡുകളുണ്ട്. പറയുമ്പോൾ ഞാൻ എവിടെ പോയിട്ട് ഓഫ് റോഡ് ചെയ്യാനുള്ളതല്ല, നമുക്ക് ലൈഫിൽ ചെറിയൊരു ഓഫ് റോഡ് ചെയ്യാൻ ആഗ്രഹം തോന്നുന്ന സംഗതി ഉണ്ടല്ലോ, ആ ഒരു ഓഫ് റോഡുകളൊക്കെ ഞാൻ ഈ വണ്ടിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹാർഡ് കോർ ഓഫ് റോഡ് ചെയ്തിട്ടില്ല, കാരണം വണ്ടി നശിപ്പിക്കുന്ന ഓഫ് റോഡുകൾക്ക് നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹമില്ല എന്നുള്ളതാണ്. അത് ഒരു വലിയ പ്രശ്നമൊന്നുമല്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഓഫ് റോഡറായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റം ബിൽഡ് ചെയ്യാം, കസ്റ്റമായിട്ട് വണ്ടിയുടെ കാര്യങ്ങൾ ചെയ്യാം, ഒക്കെ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇത് നമ്മൾ പറയുന്നത്, ഞാൻ ഒരിക്കലും ഈ വണ്ടി ഉപയോഗിക്കുന്നത് അങ്ങനെ ഒരു ഓഫ് റോഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ഇത് എപ്പോഴെങ്കിലും ഒരു യൂസ് കേസ് വരുമ്പോൾ ഓഫ് റോഡ് ചെയ്യാത്തേ ഉള്ളൂ. അതായത് നമ്മൾ ട്രിപ്പൊക്കെ പോകില്ലേ, ഫാമിലിയായിട്ട് ട്രിപ്പ് പോകുമ്പോൾ, അല്ലെങ്കിൽ ഫാമിലിയായിട്ട് നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ നമുക്കൊരു സ്ഥലത്തേക്ക് ഒന്ന് പോകണം, ഒരു റിസോർട്ട് കുറച്ച് അകലെയാണ്, അല്ലെങ്കിൽ ഒരു പാടത്ത് കൂടെ ഒന്ന് വണ്ടി ഓടിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അതുപോലെ ചില കോഴ്സുകളിലൊക്കെ നമ്മൾ പോയിട്ട് ഒരു എക്സ്പെരിമെൻ്റ് നിലയ്ക്ക്, അതായത് വണ്ടിയെ ബാധിക്കാത്ത, വണ്ടിയുടെ ആ റേഡിയസ് ആകുമ്പോൾ എവിടെ
പോലും തട്ടും. ഞാൻ ശരിക്കും സത്രം എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് ഈ വണ്ടിയായിട്ട് കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ഇതിൻ്റെ റേഡിയസ് ആം തട്ടുന്നതായിട്ട് റേഡിയസ് ആം തട്ടിയിട്ട് റേഡിയസ് ആമിൻ്റെ ആ ഒരു ക്ലാമ്പ് പൊട്ടിയൊന്നുമില്ല, ചെറുതായിട്ട് ചളിങ്ങുള്ളൂ. ഞാൻ ശരിയാക്കും ചെയ്തു. പിന്നെ അലോയ് വീൽ എല്ലായിടത്തും സ്ക്രാച്ച് ആവുന്നുണ്ട്. അതൊന്നും ചെയ്യാനില്ല, വലിയ വീലിട്ടാ അത് ഗുണമായിരിക്കും. പക്ഷേ എനിക്ക് അന്ന് പറ്റിയ മറ്റൊരു ഒരു ചെറിയൊരു ബുദ്ധിമോശം എന്ന് പറയുന്നത് സ്റ്റീൽ വീല് മാറ്റിയിട്ട് ഞാൻ ഈ ഒരു അലോയ് വീൽ ഇടാനുള്ളതാണ്. കാരണം സ്റ്റീൽ വീൽ ഈ ഒരു വണ്ടിക്ക് നല്ല ലുക്കാണ്. ഞാനിപ്പോൾ അടുത്തൊരു കണ്ടു, വൈറ്റ് റൂഫും വൈറ്റ് വീൽ പെയിൻ്റ് അടിച്ചൊരു വണ്ടി കണ്ടു, കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ സ്റ്റീൽ വീൽസാണ് എന്ന് കരുതി സ്റ്റീൽ വീലിലേക്ക് ഞാൻ പോകുന്നില്ല, കാരണം എനിക്കിതിൻ്റെ അലോയ് വീൽ ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ആ ഒരു കാര്യം ചെയ്യുന്നില്ല, സ്റ്റീലിലേക്ക് പോകുന്നില്ല. പിന്നെ ചെയ്ത ഒരു മോഡിഫിക്കേഷൻ കൈൻഡ് ഓഫ് കാര്യങ്ങളെന്ന് പറയുന്നത് ഇതിൻ്റെ സീറ്റ് കവർ ഊരിക്കളയാനുള്ളായിരുന്നു. ഈ സീറ്റ് കവറും ഈ റൂഫ് റെയിലും എൻ്റെ അടുത്തുണ്ട് ഓൾറെഡി. ഞാനത് വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വിൽക്കാൻ വെച്ചല്ല, അത് കിട്ടുന്ന കാശിന് കൊടുത്താൽ നല്ലതല്ലേ. ഇപ്പം ഞാൻ ആലോചിച്ചപ്പോൾ കണക്കൂട്ടി വെക്കുമ്പോൾ റൂഫ് റെയിലിൽ കൊടുത്ത പൈസ ഈ വണ്ടി ഒരു 16 കിലോമീറ്റർ ഓടിച്ചാൽ മുതലാവുന്നുണ്ട്, 2 കിലോമീറ്റർ മൈലേജ് ലാഭം വെച്ചിട്ട്. അതുകൊണ്ട് അതൊരു വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ആർക്കെങ്കിലും വേണമെങ്കിൽ കൊടുക്കാമെന്നുള്ള മൈൻഡ് അല്ലെങ്കിൽ അവിടെ ഇരിക്കട്ടെ. കാരണം നമ്മൾ ചെയ്ത ബുദ്ധിമോശങ്ങൾക്ക് ഒരു എക്സാമ്പിളായിട്ട് വീട്ടിലിരിക്കുന്ന നല്ല സാധനങ്ങൾ ഇരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഫിഗോ വിറ്റു, അറിയാലോ, ഫിഗോ ആസ്പെയർ വിറ്റു. അപ്പോൾ ഡെയിലി ഡ്രൈവർ ഇപ്പോൾ ജിംനിയാണ്. പുതിയ വണ്ടി വന്നിട്ടുണ്ട്. അതിൽ വീഡിയോ ഓൾറെഡി ഒരു ചെയ്യാനുള്ള പ്ലാനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് മെയിൻ്റനൻസും കുറച്ച് പെയിൻറ്റിങ്ങും ഒക്കെ ബാക്കിയുള്ളതൊക്കെ ചെയ്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് വെച്ചേക്കാണ്. നിങ്ങൾക്കത് കാണാനുള്ള അവസരം ഉടൻ തന്നെ ഉണ്ടാവും, അല്ലെങ്കിൽ ഉടൻ തന്നെ ചെയ്യാമെന്നുള്ളതാണ്. ഈ ജിംനി എന്ന് പറയുന്നത് ഒരു ലിറ്റിൽ ബണ്ടിൽ ഓഫ് ജോയ് ആണ്. ഇപ്പോൾ തന്നെ കാണിക്കുന്നത് 12 കിലോമീറ്റർ മൈലേജാണ്. ഞാൻ ഓടിക്കുന്നത് 80 കിലോമീറ്റർ പെർ ഹവറിലാണ്, അല്ലെങ്കിൽ പെർ ഹവറിലാണ്. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ആ ഒരു 80 കിലോമീറ്റർ ടു 90 കിലോമീറ്റർ ഹൈവേയിൽ ഓടിക്കുള്ളൂ. അതിൻ്റെ മുകളിലുള്ളതെല്ലാം ഓർക്കിലാണ് ജിംനിയെ സംബന്ധിച്ച്. ജിംനിയുടെ ഒരു സേഫ് ക്രൂസിങ് സ്പീഡ് എന്ന് പറയുന്നത് 90 to 110 ആണ്. 120 തന്നെ ജിംനിക്ക് കുറച്ച് പ്രശ്നമാണ്. പക്ഷേ ഞാൻ ഇതിൻ്റെ ഒരു ടോപ്പ് സ്പീഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്, ഒരു അലൗഡ് ആയിട്ടുള്ള റോഡിലൊക്കെ. അതായത് നമ്മൾ ട്രാക്കിലൊക്കെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ജിംനിയായിട്ട് പോകുമ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടി, നമ്മൾ എന്തായാലും ചെക്ക് ചെയ്യുമല്ലോ. അങ്ങനെ ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ വണ്ടി അത്യാവശ്യം ക്യാപ്പബിളാണ്, അത് റോഡിലും ക്യാപ്പബിളാണ്, ഹൈവേയിലും ക്യാപ്പബിളാണ്. അതായത് ഇത് ഓഫ് റോഡ് ക്യാപ്പബിലിറ്റി മാത്രമുള്ള വണ്ടിയല്ല, ഏതൊരു 1.5 K സീരീസ് എഞ്ചിനെ പോലെയും ഇതിനും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. ഇത് എഫിഷ്യൻ്റ് ആണെന്നുള്ള എൻ്റെ പോയിന്റ്. അതായത് ഈ ടോർക്ക് കൺവേർട്ടർ ഗിയർ ബോക്സ് എന്ന് പറയുന്നത് 4 സ്പീഡ് എന്ന് പറയുന്നത് ശരിക്കും പണ്ട് മുതലുണ്ട്, ടൊയോട്ടയിൽ ഉപയോഗിച്ചിട്ടുണ്ട്, പല വണ്ടികളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പുതിയ തലമുറ ആയപ്പോൾ ഇതിനെ ഒരു ലോക്കപ്പ് ക്ലച്ച് ടോർക്ക് കൺവേർട്ടർ ഉള്ളതുകൊണ്ട് ഈ വണ്ടി ഒരു പർട്ടിക്കുലർ RPM കഴിയുമ്പോൾ ലോക്കപ്പ് ക്ലച്ച് എൻഗേജ് ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്രൂസ് ചെയ്യുമ്പോൾ വണ്ടിക്ക് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് ക്രൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് എഫിഷ്യൻസിയുടെ കാര്യം ഞാൻ പറഞ്ഞതും. പിന്നെ ഇതിന് മാനുവൽ മോഡ് പലപ്പോഴും യൂസ് ചെയ്യേണ്ടി വരാറുണ്ട്, കാലോടത്ത് കയറി പോകാനായിട്ട്. അതുപോലെ ഓവർ ഡ്രൈവ് ഓഫ് ചെയ്യേണ്ടി വരാറുണ്ട്. എന്തൊക്കെയാലും അതൊക്കെ രസമാണ്. ഇതിൻ്റെ മുകളിൽ നമ്മൾ കളിക്കുന്നത് ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. ആ പ്രത്യേകത ഇതിൻ്റെ ഒരു ഫൺ ഫാക്ടറായിട്ട് ഞാൻ കാണുകയാണ്. അത് രസമായിട്ട് ഓടിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജിംനി വാങ്ങാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു ഓട്ടോമാറ്റിക്കാണ് മേടിക്കേണ്ടത് ഞാൻ പറയും. കാരണം ഓട്ടോമാറ്റിക് അത്യാവശ്യം ഫാസ്റ്റായിട്ട് നമുക്ക് ഓടിക്കാനൊക്കെ പറ്റുന്നുണ്ട്. ഫാസ്റ്റായിട്ട് ഓടിക്കാൻ പറ്റുന്നില്ല, ഇത് ഫാസ്റ്റ് ആണെന്നുള്ള ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ മാനുവൽ കുറച്ചും കൂടിയും ഒരു പെപ്പി ആയിരിക്കും. ഓക്കെ, എന്തായാലും ഇതിൻ്റെ ഈ ഒരു വണ്ടിയായിട്ട് ജീവിച്ചതിൻ്റെ ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും സ്പീഡ് വേണ്ട, കുറച്ച് മെല്ലെ ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റിയ വണ്ടിയായാലും മതി എന്നുള്ളതും, എവിടെ പോകുമ്പോഴും കുണ്ടും കൂടി നോക്കാതെ ചാടിക്കാതെ ഓടിക്കുക എന്നുള്ളതൊക്കെയാണ്. അതായത് ഒരുപാട് വണ്ടികളുണ്ടല്ലോ, അതിൽ നമുക്ക് സ്മൈൽ തരുന്ന, അതായത് നമ്മുടെ മുഖത്തൊരു ചിരി ഓടിക്കുമ്പോൾ വരുന്ന വണ്ടികൾ കുറവാണ്. അതിൽ വണ്ടിയായിട്ട് ജിംനിയെ കാണാനാണ്. അതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റും കുറവാട്ടോ. ഇപ്പോൾ സർവീസ് ചാർജൊക്കെ വളരെ നമുക്ക് കയ്യിൽ നിൽക്കുന്ന ചാർജേ ഉള്ളൂ. ഇതിൻ്റെ മെയിൻ്റനൻസ് എന്ന് പറയാനായിട്ട് കാരണം വാറണ്ടി പീരീഡാണ്. വാറണ്ടി കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് തോന്നുന്നു കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്ന ലെവലുള്ളൂ. ഇപ്പോൾ സ്ക്രാച്ചുകൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു സ്ക്രാച്ച് ഞാൻ ഒരു ഓഫ് റോഡ് പോയപ്പോൾ ഒന്ന് വണ്ടി കയ്യിൽ നിന്ന് പോകേണ്ടതുണ്ട്, അവിടെ ഒരു ചെറുതായിട്ടൊരു ഫെൻഡറിന് പോലെ സ്ക്രാച്ച് വന്നു. പിന്നെ വീടിൻ്റെ അവിടെ ഗേറ്റിൽ കയറ്റുമ്പോൾ, അതായത് മഴ പെയ്ത് കിടക്കായിരുന്നു, കയറ്റുമ്പോൾ വണ്ടി സ്ലിപ്പായി എന്ന് പറഞ്ഞാൽ ബാക്ക് എടുക്കുമ്പോൾ സ്ലിപ്പായിട്ട് വണ്ടി ആ ഒരു ഗേറ്റ് പോയിട്ട് ബമ്പർ കുടുങ്ങി, ആ ബമ്പർ അവിടെ പിടിച്ചു, എന്നിട്ട് വലിച്ചിട്ടപ്പോൾ ബമ്പർ കുടിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ അത് 2 പ്രശ്നങ്ങളാണ് കാര്യമായിട്ട് വണ്ടിക്ക് ഇഷ്യൂ ആയിട്ട് ഈ ഒരു 2 വർഷം കൊണ്ട് വന്നിട്ടുള്ളത്. അത് ശരിയാക്കണം. ശരിയാക്കാന്ന് പറഞ്ഞാൽ ബമ്പർ മാറാൻ നോക്കിയപ്പോൾ വലിയ കോസ്റ്റൊന്നും 1200 രൂപയ്ക്കൊക്കെ നമുക്ക് ബമ്പർ കിട്ടാണ്ട്. പിന്നെ ഫെൻഡറിനും ആ 550 രൂപ 600 രൂപ എങ്ങാണ്ടുള്ളൂ. നമുക്ക് മാറ്റാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. പെയിൻ്റ് ഇല്ലല്ലോ, ബ്ലാക്ക് അല്ലേ, വാങ്ങിക്കൊടുത്താൽ അപ്പോൾ തന്നെ നമുക്ക് ഫിറ്റിയും ചെയ്യാം. അപ്പോൾ അതൊരു കാര്യമായിട്ട് വലിയൊരു വിഷയമായിട്ട് കാണാനില്ല എന്നൊക്കെ തോന്നുന്നത്. പിന്നെ ഏതൊരു കൊടും ചൂടിലാണെങ്കിലും AC നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. പിന്നെ സ്ക്രീനിൽ ഒരു ചെറിയ വര വന്നായിരുന്നു. ആ വര വന്നപ്പോൾ സ്ക്രീൻ എനിക്ക് മാരുതി തന്നെ വാറണ്ടിയിൽ റീപ്ലേസ് ചെയ്ത് തരേണ്ടതുണ്ട്. അതും ഒരു കാര്യമായിട്ട് കാണാം. അപ്പോൾ ആൽഫയും സീറ്റും നമ്മളുടെ മെയിൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഈ വണ്ടിയുടെ സ്ക്രീൻ ചെറുതായതുകൊണ്ട് നമുക്ക് ബോണറ്റൊക്കെ കണ്ടുകൊണ്ട് ഓടിക്കാം. അപ്പോൾ ആൽഫ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഉയരുന്നുണ്ട്, അപ്പോൾ നമുക്ക് ആ ഒരു ബോണറ്റിൻ്റെ അറ്റം കാണില്ല. പിന്നെ ഇതിന് ഞാൻ ചെയ്ത മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സീറ്റൊന്ന് ഉയർത്തി വെച്ച് നോക്കി, 4 ബുഷൊക്കെ ഇട്ടത്. പക്ഷേ അത് ഒരൊറ്റ ആഴ്ച കൊണ്ട് മനസ്സിലായി, ഒരാഴ്ചയല്ല 1 മാസം കൊണ്ട് മനസ്സിലായി അത് നമുക്ക് നടുവേദന ഉണ്ടാക്കും എന്നുള്ളത്. കാരണം അങ്ങനെ വെച്ച് കഴിയുമ്പോൾ വണ്ടി ഓടിക്കാനായിട്ട് വലിയ സുഖമൊന്നുമില്ല. അതായത് സുഖമില്ല എന്ന് തന്നെ പറയാൻ പറ്റില്ല, സുഖത്തിൻ്റെ പ്രശ്നം. അപ്പോൾ നമ്മൾ ചാരിയിരിക്കുന്ന ഒരു ഫീലും, അല്ലെങ്കിൽ നമുക്ക് മുകളിൽ സിഗ്നൽ കാണുന്നില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിട്ട് ഞാൻ ആ ഒരു ബുഷും അഴിച്ചു കളയാനായിട്ട്. ഈ വണ്ടിയിൽ കുറേ കാര്യങ്ങൾ അങ്ങനെയാണ്, ഫിറ്റ് ചെയ്യുക അഴിച്ചു കളയുക. അതായത് അതുകൊണ്ട് തന്നെ ഇനി വേറൊരു ഫിറ്റ്മെൻറ്റും അഴിച്ചു കളയലും ഇല്ല എന്നുള്ളൊരു പോയിന്റ് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് കാണിക്കുന്ന മൈലേജ് 12.8 കിലോമീറ്ററാണ്. നമ്മൾ ഏറെക്കുറെ നമ്മുടെ ഒരു അറ്റത്തെത്താറായി. അപ്പോൾ
എത്ര കിലോമീറ്റർ ഓടിച്ചു എന്നുള്ളതും എത്ര കിലോമീറ്ററാണ് മൈലേജ് എന്നുള്ളതും കാണിക്കാം, എന്നിട്ട് വീണ്ടും അത് ഊരിയിട്ടുള്ളതും കാണിക്കാനുള്ളതാണ് പ്ലാൻ കേട്ടോ. അപ്പോൾ അതാണ് എൻ്റെ പോയിന്റ്. അതായത് നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്നുള്ളതല്ല ഉദ്ദേശം. ഞാൻ പറഞ്ഞില്ലേ, ഇത് വേണമെങ്കിൽ പറയാതിരിക്കാം. കാരണം ഇത് പറയാതിരുന്നാൽ എനിക്ക് ചിലപ്പോൾ ആ റൂഫ് റെയിൽ അല്ലെങ്കിൽ ആ ക്രോസ് ബാർ നല്ല വിലയ്ക്ക് വിൽക്കാൻ പറ്റും. പക്ഷേ നമ്മളെ കാണുന്ന ആൾക്കാർക്ക്, ഇപ്പോൾ നമ്മളെ കാണുന്ന ആൾക്കാർ സാധാരണക്കാരാണ്, പ്രത്യേകിച്ച് മാരുതി യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്, വാഗണാർ കസ്റ്റമേഴ്സാണ്, അല്ലെങ്കിൽ ചെറിയ ചെറിയ ആദ്യമായിട്ട് വണ്ടി വാങ്ങുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ ഉറപ്പായിട്ടും വണ്ടി വാങ്ങി ആദ്യം ചെയ്യാൻ പോകുന്ന ലുക്കിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ളതാണ്. ഒരു കാരിയർ വാങ്ങിക്കും, അതിൻ്റെ മുകളിൽ ലഗേജ് ജന്മണ്ണി കയറ്റില്ല. അതായത് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇത് നഷ്ടം വരുത്തുന്നുണ്ട് എന്ന് മനസ്സിലാവില്ല. അപ്പോൾ അത് ഒന്ന് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ടാക്സി ഓടിക്കുന്ന ആൾക്കാരാണെങ്കിലും വണ്ടികൾ വാങ്ങിയിട്ട് അവർ ലഗേജ് കയറ്റാണെന്ന് പറഞ്ഞിട്ട് നേരെ മുകളിലൊരു റൂഫ് റാക്ക് അല്ലെങ്കിൽ റൂഫ് ഒരു കാരിയർ വെക്കും. പക്ഷേ അതിനകത്ത് ലഗേജ് കയറ്റാത്തപ്പോൾ അത് ഊരി വെച്ചാലുള്ള ഗുണം എന്താണെന്നുള്ള ആൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ എന്നെ കൊണ്ട് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ശ്രമമാട്ടോ ഇത്. ഇതെനിക്കറിയാം, ഞാൻ എൻ്റെ മൂട്ടിൽ വയ്ക്കുന്ന വെടിയാണ്. എന്നാലും എനിക്ക് മണ്ടത്തരം പറ്റില്ല എന്നൊന്നും പറയാമല്ലോ. നമ്മൾ വണ്ടി ഓടിക്കുന്ന ആളാണ്, നമുക്ക് മണ്ടത്തരങ്ങളൊക്കെ സിമ്പിളായിട്ട് പറ്റാറുണ്ട്. അത് ഒരു ജെന്യൂൻ മിസ്റ്റേക്കാണ്, ഒരു ഹോണസ്റ്റ് മിസ്റ്റേക്കാണ്. ആ ഹോണസ്റ്റ് മിസ്റ്റേക്ക് നമ്മൾ തിരുത്തിയേ പറ്റുള്ളൂ. അത് തിരുത്തുന്നതാണ് നമ്മുടെ ഒരു പോയിന്റ്. അതാണ് നമ്മൾ നമ്മുടെ വായനക്കാരോട്, അല്ലെങ്കിൽ വായനക്കാരെന്ന് പറയുമ്പോൾ മാക്സിനാണ്, കാഴ്ചക്കാരോട് ചെയ്യുന്ന നീതി എന്നുള്ളതാണ് അല്ലേ. ഞാൻ ഓടിക്കുന്നത് സാധാരണ ആൾ വണ്ടി ഓടിക്കുന്ന പോലെയാണ്, അല്ലാതെ ഒരു മാറ്റങ്ങളും വരുത്തിയിട്ടില്ല. അതായത് ഈക്കോ അങ്ങനെയൊന്നുമില്ല. എത്രയും പെട്ടെന്ന് 80-ലെത്തുക, ആ സ്പീഡ് പിടിച്ചുകൊണ്ട് പോകുക എന്നുള്ളതാണ്. ഇത് ഞാൻ എടുക്കുകയാണേ കേട്ടോ. 12.8 km/ലിറ്ററാണ്, 14.4 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഞാനിതാ ഇതൊന്നുകൂടി റീസെറ്റ് ചെയ്യാണ്. ആദ്യം മൈലേജ് റീസെറ്റ് ചെയ്യുന്നു, പിന്നെ ട്രിപ്പ് റീസെറ്റ് ചെയ്യുന്നു. വണ്ടി ഓഫ് ചെയ്യാണ്. ഇനി നമുക്ക് റൂഫ് റാക്ക് ഊരാം. നേരത്തെ ഓടിച്ച പോലെ തന്നെ വ്യത്യാസമൊന്നുമില്ല. അതേപോലെ തന്നെ ഞാൻ ആ ഒരു സ്പീഡ് എടുത്ത് കീപ്പ് ചെയ്ത് അങ്ങ് ഓടിക്കുകയാണ്. തിരിച്ചു വരുമ്പോൾ ഇവിടെ എത്തുമ്പോൾ എത്ര ഫ്യൂൽ എഫിഷ്യൻസി ഉണ്ടെന്ന് നോക്കണം, അത്രേ ഉള്ളൂ കാര്യം. അതായത് റൂഫ് റെയിൽ ഊരിയപ്പോൾ തന്നെ നമ്മുടെ വണ്ടി ഒന്നുകൂടി ആ ഒരു കാറ്റിനെ കീറി മുറിച്ച് പോകുന്നൊരു ഫീലിംഗ് കിട്ടി. അത് ചിലപ്പോൾ ഒരു പ്ലസീബോ ആയിരിക്കാം, ഓക്കെ, അതറിയാൻ പറ്റില്ല. പിന്നെ ഈ വണ്ടി ഫാസ്റ്റായിട്ട് ഓടിക്കാൻ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും വലിയ കാര്യമായിട്ട് ഫാസ്റ്റായിട്ട് ഓടിക്കാൻ റെക്കമെൻഡ് ഒന്നും ചെയ്യില്ല. കാരണം അതിൻ്റെ ഫ്രണ്ട് അല്ലെങ്കിൽ ബാക്ക് സോൾഡ് ആക്സിൽസാണ്. ആ സോൾഡ് ആക്സിൽസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വലിയ കാര്യമായിട്ട് അഭ്യാസം കാണിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് വലിയ കാര്യമായിട്ട് ഫാസ്റ്റായിട്ട് ഓടിക്കുന്നു വേണ്ട, മാനമായിട്ട് ഓടിച്ചാൽ മതി. അപ്പോഴും ഒരു 80 to 90 നമുക്ക് ഓടിക്കണം. പിന്നെ ഇത് ആൾ ചടി. അപ്പോൾ ഈ വണ്ടി ഓടിക്കുമ്പോൾ സൗണ്ട് നമുക്ക് വ്യത്യാസം മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് മൈക്ക് ആ ഒരു ഞാൻ കുത്തിയിട്ടല്ലേ വർത്താനം പറയണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും ഞാൻ റൂഫ് റെയിൽ ഇട്ട് വർത്താനം പറയുന്നതും റൂഫ് റെയിൽ ഇല്ലാണ്ട് വർത്താനം പറയുന്നതും നമ്മളുടെ വ്യത്യാസം. സൗണ്ട് എളുപ്പമാണ്, കാരണം ഇപ്പോൾ ആ ഒരു കാറ്റിൻ്റെ സൗണ്ടില്ല, നമുക്ക് നോയ്സ് കുറവാണ്, നമുക്ക് വണ്ടിയിൽ സമാധാനമായിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, എന്തായാലും വണ്ടി കുറച്ചും കൂടി ഓടിക്കാനായിട്ട് കുറച്ചും കൂടി ഈസി ആയിട്ടുണ്ട് എന്നുള്ളതാണ്. കാറ്റിൻ്റെ ഒരു ശല്യമില്ല. കാറ്റിൻ്റെ ശല്യം എന്നല്ല പറയുന്നത്, കാറ്റിൻ്റെ ആയിട്ടുള്ള ഒരു അലോസരങ്ങളില്ല എന്നുള്ളതാണ്. പിന്നെ നമ്മൾ നേരത്തെ പോയിരുന്ന 80-ലും അല്ലെങ്കിൽ 70-ലും ആയിരുന്നെങ്കിൽ ഇപ്പോൾ ആ സ്പീഡ് നമുക്ക് 90-ലെത്താൻ ഈസിയാണ്. കാരണം വളരെ ചെറിയ മൈന്യൂട്ട് ഡ്രാഗ് ആണെങ്കിലും അത് ഇങ്ങനത്തെ റോഡുകളിൽ തീർത്തും നമുക്ക് ആ ഒരു കാര്യം വിസിബിളാണ്, നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ്. അതാണ് എൻ്റെ പ്രശ്നം. അതായിരുന്നു എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കുകയാണ് നമുക്ക് കുഴപ്പമില്ല, ലുക്കാണ് ഇമ്പോർട്ടൻ്റ്, അങ്ങനെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഓടിക്കുന്ന വണ്ടി ഓടിക്കുന്നത് ഒരു സാധാ സിറ്റി ഡ്രൈവിനാണ് ഓടിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഇതുകൊണ്ട് ഹൈവേ പോകാൻ പ്ലാനേ ഇല്ലെങ്കിൽ ഇതൊന്നൊരു വിഷയമല്ല കേട്ടോ. കാരണം നിങ്ങൾക്ക് 40 കിലോമീറ്റർ വരെ ഒന്നും വലിയ കാര്യമായിട്ട് ട്രാക്കൊന്നും വരില്ല, ഒരു 5% വന്നാലായി. പക്ഷേ ഇത് 5 അല്ലല്ലോ, 10% 10 കിലോമീറ്ററിൽ 10% 1 കിലോമീറ്റർ പോയപ്പോൾ 9 അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഈ സംഗതി കൂടി വെക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ ബ്രസ്സായിട്ട് കമ്പയർ ആണെങ്കിൽ ഗ്രാൻഡ് വിറ്റാറായിട്ട് കമ്പയർ ആണെങ്കിൽ ഇതിൻ്റെ ഈ എഞ്ചിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത്, ഈ എഞ്ചിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്തായാലും 16-17 അപ്പോൾ അതൊന്നും ജിമ്നിക്കില്ല. ജിമ്നിക്കുള്ളത് വളരെ ചെറിയൊരു മൈലേജാണ്, 13, 13.5, 14 അപ്പോൾ അതും കൂടി നമ്മൾ നശിപ്പിച്ച് 2 കിലോമീറ്റർ കൂടി കൊണ്ട് കളയേണ്ട കാര്യമില്ലോ, ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ആലോചിക്കണം എന്നുള്ളതേ ഉള്ളൂ. ആ PP എന്നുള്ള മെസ്സേജാണ് നിങ്ങൾക്കുള്ള ക്ലൂ കേട്ടോ. അതായത് വണ്ടി പോകുന്ന 80-ൻ്റെ പുറത്താണെന്നുള്ള ക്ലൂ എന്ന് പറയുന്നത് PP എന്നുള്ള മെസ്സേജാണ്. കാരണം ഈ വണ്ടി, അതായത് പുതിയ വണ്ടികളൊക്കെ തന്നെ അങ്ങനെ തന്നെയാണ്, 80-ൽ ഒരു ബീപ്പ്, 120-ൽ വലിയ ബീപ്പ്, ആ കാര്യമുണ്ട്. അത് ഈ വണ്ടിക്കകത്തും കാണാം. പിന്നെ കിലോമീറ്റർ സെയിം കിലോമീറ്ററാണ് ഓടിക്കുന്നത്, 1 കിലോമീറ്റർ അങ്ങോട്ടോ 1 കിലോമീറ്റർ അങ്ങോട്ടില്ല. എനിക്ക് തോന്നുന്നു ട്രാഫിക് ഇപ്പോഴാണ് കൂടുതൽ. നേരത്തെ ട്രാഫിക് ഉണ്ടായില്ല, ഒഴുകിയാൽ വന്നിരുന്നു. ഇപ്പോൾ പക്ഷേ അങ്ങനെ ഇടയ്ക്ക് നിൽക്കേണ്ടി വരുന്നുണ്ട് വണ്ടി. എന്നാലും പെട്ടെന്ന് തന്നെ ആ സ്പീഡിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. സത്യത്തിൽ നിങ്ങൾക്ക് എന്താണ് ഇമ്പോർട്ടൻറ്റ്, ഫ്യൂവൽ എഫിഷ്യൻസി ആണ്, ലുക്കാണ്? നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ലുക്കാണെങ്കിൽ നിങ്ങൾ ജിമ്മിനല്ലോ വാങ്ങുക, നിങ്ങൾ താർ റോക്സ് മേടിക്കില്ല, അല്ലെങ്കിൽ താറ് മേടിക്കില്ലേ? അതല്ല എൻ്റെ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ജിമ്മിന് മേടിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ജിമ്മിന് മേടിക്കുന്നത് ഫംഗ്ഷൻ ഓവർ ഫോം അല്ലേ. അപ്പോൾ ഈ വണ്ടി നമുക്ക് ഓഫ് റോഡ് ചെയ്യുമ്പോൾ മൈലേജ് വേണമെന്നില്ല. ഓഫ് റോഡ് ചെയ്യുമ്പോൾ 10 കിലോമീറ്റർ കിട്ടിയാലും മതി, അല്ലെങ്കിൽ 8 കിലോമീറ്റർ കിട്ടിയാലും മതി, സീനൊന്നുമില്ല. പക്ഷേ ഹൈവേയിൽ ഓടിക്കുമ്പോൾ നമുക്ക് കുറച്ചധികം മൈലേജ് വേണമെന്ന് തോന്നില്ലേ?
പിന്നെ സ്റ്റേജ് 1 മാപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സ്റ്റേജ് 1 മാപ്പ് ചെയ്യുന്നുണ്ട്, ത്രോട്ടിൽ റെസ്പോൺസ് കൂട്ടാൻ വേണ്ടിയിട്ട് ആ ത്രോട്ടിൽ കൺട്രോളർ വയ്ക്കുന്നുണ്ട്. ഇത് രണ്ടിനോടും എനിക്ക് വലിയ മമ്മതില്ല കേട്ടോ. ഞാൻ ത്രോട്ടിൽ കൺട്രോൾ എന്ന് പറയുന്നത് ഓക്കെ, റീമാപ്പ് ഈസ് ഓക്കെ, ഫൈൻ, അത് നമ്മൾ സയൻറ്റിഫിക്കലി ചെയ്യുന്നൊരു കാര്യമാണ്. അല്ലെങ്കിൽ അതിൻ്റെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് അതിന് ഇത്തിരി കൂടിയും ഒരു ഫ്യൂലിംഗ് മാറ്റി കൊടുത്ത് എയറൊക്കെ മാറ്റി കൊടുത്ത് ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ മറ്റത് അങ്ങനെയല്ല. മറ്റതെന്ന് പറയുന്നത് ടോട്ടൽ പെഡലാണ് നമ്മൾ ആൾട്ടർ ചെയ്യുന്നത്, മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് നമ്മൾ ഒരു 10% ചവിട്ടുമ്പോൾ തന്നെ ത്രോട്ടിൽ ഒരു 25-50% ചവിട്ടും. ചില മോഡിൽ നമ്മളൊരു 10% ചവിട്ടുമ്പോൾ തന്നെ അത് 60% ചവിട്ടും. സ്പോർട്ട് മോഡിലാണെങ്കിൽ നമ്മളൊരു 15-20% ചവിട്ടുമ്പോൾ തന്നെ അത് 100%ലേക്ക് ആ ഒരു സിഗ്നൽ കൊടുക്കുന്നതാണ്. അത് ത്രോട്ടിലിനെ കബളിപ്പിക്കുകയാണ് ശരിക്കും ചെയ്യുന്നത്, ത്രോട്ടിൽ ബോഡിയെ കബളിപ്പിക്കുകയാണ് ശരിക്കും ചെയ്യുന്നത്. അത് പ്രശ്നമുണ്ടെന്നല്ല ഞാൻ പറയുന്നത്, അത് എനിക്ക് അതിനോട് താല്പര്യം തോന്നിയില്ല. കാരണം എൻ്റെ കൺട്രോളിലുള്ള ത്രോട്ടിൽ എനിക്ക് എൻ്റെ വേണ്ട ത്രോട്ടിൽ, അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഓടിക്കണമെങ്കിൽ, അതായത് ഫ്ലോർ ടു മെറ്റലായിട്ട് ഓടിക്കണമെങ്കിൽ അങ്ങനെ തന്നെ ഓടിച്ചാൽ മതി എന്നുള്ള മൈൻഡാണ്. അത് ഓടിച്ച് എൻ്റെ തീരുമാനമായിരിക്കണം, അത് ടോട്ടൽ കൺട്രോൾ തീരുമാനിക്കേണ്ട. അതുകൊണ്ട് അത് വേണ്ടതാണ് ഞാൻ തീരുമാനിച്ചത്. ഞാൻ പിറ്റേ ഉദ്ദേശിക്കുന്നില്ല. ഒരു ചെറിയ ഓയിലിൻ്റെ റെസിഡു ഞാൻ ആ കിങ് പിൻ്റെ അവിടെ കണ്ടു. അത് കിങ് പിൻ എന്ന് പറയുന്നതും റോട്ടർ എന്ന് പറയുന്നതും വാറൻറ്റിയിൽ മാറ്റിയായിരുന്നു, അതായത് ആ ഷേക്കിങ് വന്നുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് പുതിയ വന്നപ്പോൾ അത് പ്രശ്നം മാറിയിട്ടുണ്ട്. പിന്നെ ഈ AC വെൻറ്റുകളൊക്കെ ഞാൻ ആൽഫയുടെ അത് ഓൾറെഡി ആൽഫയല്ലോ, ഇത് ഓൾറെഡി തണ്ടർ എഡിഷനാണ്. അപ്പോൾ തണ്ടർ എഡിഷന് കുറച്ച് പേഴ്സണൽ ടച്ച് ആയിക്കോട്ടെ വെച്ചിട്ട് AC വെൻറ്റുകൾ അല്ലെങ്കിൽ AC വെൻറ്റുകളിലെ ക്രോം ഇൻസേർട്ടും ആ ഗ്രേ ഇൻസേർട്ടുള്ള AC വെൻറ്റുകൾ ഞാൻ വെച്ചു. ഇനി ഡോർ ഹാൻഡിൽ ക്രോം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഡോർ ഹാൻഡിൽ ക്രോം ആക്കാൻ ഒരു ഓർഡർ ചെയ്തിട്ടുണ്ട്, വന്നാൽ അതും മാറ്റും, അത്രേ ഉള്ളൂ. ഗ്ലാസ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടേ നോസിലും ആ സ്വിച്ചൊക്കെ ഞാൻ വാങ്ങി. പക്ഷേ നോസിൽ ഇതുവരെ വന്നിട്ടില്ല. പോപ്പുലറിൽ ഞാൻ പണ്ടേ ഓർഡർ ചെയ്തതാണ്. അത് വരികയാണെങ്കിൽ ഒരു DIY എക്സ്പെരിമെൻ്റ് ആയിട്ട് ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അത് നല്ല രസമായിരിക്കും ചെയ്ത് കഴിഞ്ഞാൽ. കാരണം ഒന്നുമില്ല, ഹെഡ്ലൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടിയൊന്നുമല്ല, പക്ഷേ അതൊരു പാർട്ടി ട്രിക്കാണ്. അപ്പോൾ നമ്മൾ ഓഫ് റോഡൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഒരു ഹെഡ്ലൈറ്റ് ചളിയുണ്ട്, അത് കളയാൻ നമ്മുടെ തന്നെ സംവിധാനം ഉണ്ടെന്ന് നമ്മൾ ചുമ്മാ ആളുകളുടെ മുമ്പിൽ പട്ടിഷ മേടിക്കില്ല, അതിന് വേണ്ടിയുള്ള സാധനമാണ്. പക്ഷെ അത് ആൽഫ മോഡലുകളുടെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ട് രസമാണ് കാണാനായിട്ട്. അത് രസമുണ്ട്, അതൊന്നും ചെയ്യണമെന്നുണ്ടായിരുന്നു. സ്റ്റിയറിംഗ് റാപ്പ് ചെയ്ത് തരാമല്ലോ, ഞാൻ ഓൾറെഡി വീണ്ടും പറയേണ്ട കാര്യമില്ല. പിന്നെ സ്ക്രാച്ചുകളൊരു വലിയ പ്രശ്നമാണ് ഈ വണ്ടിക്ക്. ഡാഷ്ബോർഡിനാണെങ്കിലും ആ മൊബൈൽ വെച്ചിട്ടുള്ള ആ ഒരു പൊസിഷനാണെങ്കിലും ഒക്കെ സ്ക്രാച്ചാണ്. അതായത് എവിടെ തൊട്ടാലും സ്ക്രാച്ച് പ്രോണാണ് ഈ വണ്ടി എന്നുള്ളതാണ്. ഇതിപ്പോൾ മൈലേജ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ചെറിയൊരു പ്രശ്നം വരും, കാരണം അവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ട്. ഞാൻ 60-70 കിലോമീറ്ററിൽ കുറഞ്ഞിട്ടുണ്ട് സ്പീഡ്, എന്നാലും കുഴപ്പമില്ല. ഇപ്പോഴേ 13 കാണിക്കുന്നുണ്ട്, നേരത്തെ ഇവിടെ കാണിച്ചത് 12 ഒരേ സാഹചര്യങ്ങൾ, ഒരേ റോഡ്, ഒരേ സ്പീഡ്, ഒരേ വെയിറ്റ്. റൂഫേൽ മുകളിലും താഴെ കേട്ടോ. ഇത്രയും കാലം റൂഫേൽ മുകളിലായിരുന്നു, ഇപ്പോൾ റൂഫേൽ സീറ്റിനകത്താണ്. ആ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ, സെയിമാണ് കാര്യങ്ങൾ. വീണ്ടും മൂളി പേപ്പേ. ആ മുകളിലാണ് 80യുടെ ഒരു സിമ്പൽ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒന്നും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ, കാരണം നമ്മൾ അപ്പോൾ ഓടിക്കുന്ന സ്പീഡിനേക്കാളും കൂടുതലാണ് ഇപ്പോൾ ഓടിക്കുന്നത്. അതായത് ആ ഡ്രാഗ് കുറഞ്ഞ സ്പീഡിലും നമുക്ക് എഫക്റ്റീവാണ് എന്നുള്ളതാണ്. അതുകൊണ്ടൊന്നും മാനിപ്പുലേഷൻ ഇല്ല. എനിക്ക് തോന്നുന്നു 1 കിലോമീറ്റർ ആണെങ്കിൽ പോലും നമ്മളതിനകത്ത് ഇത് സക്സസ് ആണ് ഈ പരിപാടി ഉരുകളയുന്നത്. എനിക്ക് 100 എബോ ഓടിച്ച് ടെസ്റ്റ് ചെയ്യണമെന്നാണ്. നമ്മുടെ റോഡിൽ 100 അലൗഡ് അല്ല. പിന്നെ ലിമിറ്റിൻ്റെ മുകളിൽ നമ്മൾ ഓടിച്ചിട്ടുള്ള പരിപാടി ഇല്ല. അതായത് കൂടിയ സ്പീഡിലാണ് ഡ്രാഗ് കൂടുക, കൂടിയ സ്പീഡിലാണ് എഫിഷ്യൻസി കുറയുക, കൂടിയ സ്പീഡിലാണ് ഇതിന് ശരിക്കും മൈലേജിനെ ഇത് ബാധിക്കുക എന്നുള്ളതാണ്. നമ്മൾ നമ്മുടെ ആ ഒരു ഡെസ്റ്റിനേഷനിൽ എത്താൻ പോണു. സാധാരണ ഡ്രൈവിങ്ങിലാണ് 13.9 to 12.4 ഓക്കെ. ആ വ്യത്യാസം മനസ്സിലായില്ലേ? 1 കിലോമീറ്ററിൻ്റെ പുറത്താണ് ഇതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മൈലേജിന് വേണ്ടി ഓടിച്ചാൽ വീണ്ടും മാറും, പിന്നെ ഡ്രൈവ് ചെയ്യുന്നത് ഒരിത്തിരി ഹൈ സ്പീഡിലാണെങ്കിൽ വീണ്ടും മാറുമെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ തീരുമാനിച്ചത് വിത്തൗട്ട് റൂഫിൽ ഓടിക്കാനുള്ളതാണ്. നിങ്ങളാണെങ്കിൽ എന്തായിരിക്കും തീരുമാനിക്കുക? നിങ്ങൾക്ക് ലുക്കാണോ മൈലേജാണോ ഇമ്പോർട്ടൻറ്റ്? പറയൂ. ശരി എന്നാൽ.